ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ RBI റൂൾസ്, പുതിയ RBIയുടെ റൂൾസ് വന്നിട്ടുണ്ട്. നമ്മുടെ സിബിൽ സ്കോറിന്റെ റിപ്പോർട്ടിങ്ങിനെ ബാധകമായിട്ടുള്ള പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. നമ്മുടെ ജനുവരി 1 തൊട്ട് 2025 തൊട്ട് ഇത് ആക്ച്വലി അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നോർമലി ആയിരിക്കും നമ്മുടെ ഇത്രയും കാലം ഇപ്പോൾ 2025 മുമ്പ് വരെ നമുക്ക് ഇത്രയും കാലം നമ്മുടെ സിബിൽ അപ്ഡേറ്റ് ആവുന്നത് എല്ലാ മാസമായിരുന്നു. അപ്പോൾ എല്ലാ മാസമാണ് നമ്മുടെ ബാങ്കോ അല്ലെങ്കിൽ നമുക്ക് ആരാണോ ക്രെഡിറ്റ് തന്നിരിക്കുന്നത് അവർ നമ്മുടെ സിബിൽ ക്രെഡിറ്റ് ബ്യൂറോസിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് ആക്ച്വലി 1 മന്ത് മാറ്റിയിട്ട് ഇപ്പോൾ 15 ദിവസം ആക്കിയിട്ടുണ്ട്. അതായത് എല്ലാ 15 ഡേയ്സും ഇനി നമുക്ക് ക്രെഡിറ്റേഴ്സ് നമുക്ക് ലോൺ തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്താ പറയുക ഇഷ്യൂസ് ആയിക്കോട്ടെ, അവർ ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോസിനെ റിപ്പോർട്ട് ചെയ്യണം. എല്ലാ 15 ദിവസം റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സിബിൽ സ്കോർ പെട്ടെന്ന് അപ്ഡേറ്റ് ആകും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് നോർമലി നിങ്ങൾക്ക് അറിയിക്കില്ല. അപ്പോൾ നമുക്ക് സിബിൽ സ്കോറിന് സാധനം നമ്മളൊരു ലോൺ എടുക്കാൻ പോയാലും എന്തിൽ ടൈപ്പ് ഓഫ് ലോൺ എടുക്കാൻ പോയാലും നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്രയും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ സിബിൽ റിപ്പോർട്ട് ആവാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് ലോൺ കിട്ടാണ്ടിരിക്കാം. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഇപ്പോൾ RBI ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വെയിറ്റ് പീരീഡ്, അതായത് ടൈം പീരീഡ് വെട്ടി കുറച്ചിട്ട് 15 ദിവസം ആക്കിയത്, 30 ദിവസം ഉള്ളത് 15 ദിവസം ആക്കിയത്. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ലോൺ ഇമ്പ്രൂവ് നമ്മളൊരു ലോൺ അടച്ചു കഴിഞ്ഞു, അത് റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സിബിൽ സ്കോർ കൂടുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ലോണും സംഭവമൊക്കെ ക്ലോസ് കഴിഞ്ഞാൽ റിപ്പോർട്ട് കൂടും, അല്ലെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ കൂടും. അപ്പോൾ അത് റിപ്പോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് വേറൊരു ലോണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ലോണോ ഹോം ലോണോ സംഭവം എടുക്കാൻ പോകുന്ന നേരത്ത് ചിലപ്പോൾ ഇത് 30 ഡേയ്സിലാണെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസം റിപ്പോർട്ട് ആവണമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ബെനിഫിഷ്യൽ കിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 15 ഡേയ്സ് ആകുമ്പോഴേക്കും റിപ്പോർട്ട് ആവും. അപ്പോൾ നമുക്ക് അവിടെ ബെനിഫിഷ്യൽ പെട്ടെന്ന് കിട്ടും ലോണ്. അതാണ് മെയിൻ ഒരു എന്താ പറയുക, ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. ഇതിന് ആക്ച്വലി ഒരു കോണും കൂടി ഉണ്ട്. അതായത് നിങ്ങൾ ഡ്യൂവോ സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും പെട്ടെന്ന് തന്നെ റിപ്പോർട്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ സിബിൽ സ്കോർ കുറയും. അപ്പം അങ്ങനെയും അവിടെ ഒരു കുഴപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ടെന്ന് പറയാം ഈ പുതിയ റൂൾസുകൾക്ക്. പക്ഷേ നല്ലൊരു കാര്യം തന്നെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോർമലി അറിയിക്കില്ല, നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ബാങ്കുകൾ അല്ലാണ്ട് NBFCകളൊക്കെ നമ്മുടെ ഒരു ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ആവാൻ ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസം ഒക്കെ എടുക്കാറുണ്ട്. അത് ഇത്രയും പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല, അത്ര നമുക്ക് പറയാമല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. എന്താ വെച്ചാൽ ഇതുപോലെ കുറേ റൂൾസുകൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഉണ്ട്. അത് ഫുള്ളി ഫോളോ ഔട്ട് അല്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രം നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ മെയിൻ ഈ പ്രോബ്ലം ആയിട്ട് കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ചില NBFCകളൊന്നും 1 മാസത്തിൽ പോലും റിപ്പോർട്ട് ആവുന്നില്ല. ലോൺ അടച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ 3 മാസത്തിലൊക്കെ റിപ്പോർട്ട് ആവുക. അപ്പോൾ അങ്ങനെ ഇഷ്യൂസും ഉണ്ട്. ഇപ്പോൾ ഇത് റൂൾസ് മാത്രം നടത്തിയാൽ പോരാ, അത് ശരിക്കും കറക്റ്റായിട്ട് ഫോളോ ഔട്ട് ആവുന്നുണ്ടോന്നും കൂടി RBI ശരിക്കും നോക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആക്ച്വലി പുതിയ റൂളിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.